ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു വെഡ്ഡിങ് കേക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ആനിമൽ തീമിലുള്ളൊരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ട് കേക്കിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് അധികം ലേറ്റ് ആക്കാണ്ട് വീഡിയോയിലോട്ട് പോകട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ക്രം കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേക്കിൻ്റെ ഫ്ലേവർ ഒന്നൊരു വാഞ്ചോ കേക്കും പിന്നെ ഒരു വൈറ്റ് ഫോറസ്റ്റും ആയിരുന്നു കേട്ടോ. ശരിക്കും ഇന്നത്തെ രണ്ട് കേക്കിൻ്റെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ നമുക്ക് ഡെമ്മിയാണ് കൊടുക്കാനുള്ളത്. ഒന്ന് 9 ഇഞ്ചിൻ്റെ ഡെമ്മിയും പിന്നെ ഒന്ന് 7 ഇഞ്ചിൻ്റെ ഡെമ്മിയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ചെയ്യാത്തൊരു കാര്യമായിരുന്നു നമ്മളുടെ കേക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് സ്പേസർ വെച്ചിട്ട് ഒരു വർക്ക്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇട്ട വീഡിയോനകത്ത് നമ്മൾ സ്പേസർ ബേക്കിംഗ് ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ പോകുന്നതും അതേപോലെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ഡിങ് കേക്കിൻ്റെ താഴെ വെക്കാനുള്ള 9 ഇഞ്ചിൻ്റെ ഡെമ്മിയാണിത്. ഇനി നമ്മളുടെ ആനിമൽ തീമിൻ്റെ കേക്കിൽ താഴെ കൊടുക്കുന്നത് 7 ഇഞ്ചിൻ്റെ ഡെമ്മിയാണ് കേട്ടോ. അപ്പോൾ രണ്ടും നമ്മൾ നേരത്തെ തന്നെ വാങ്ങിച്ച് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ബേസിലേക്ക് ഡമ്മി കവർ ചെയ്യുന്നത്. പിന്നെ ഡമ്മി കവർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് വേണം നമ്മൾ ഈ ഒരു റാപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഒട്ടിയിരിക്കാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും വെയിറ്റുള്ള സാധനങ്ങളൊക്കെ മേലിലെടുത്ത് നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡമ്മി കേക്ക് ഇതേപോലെ ഫുൾ ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കേക്കിന് കൊടുക്കുന്ന പോലെ ഒത്തിരി ലൈറ്റായിട്ട് ഡമ്മിയിൽ ക്രീം കൊടുക്കരുത്, കുറച്ച് കട്ടിയിൽ തന്നെ കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ക്രം കോട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ഒറ്റ ലെയറാണ് നമ്മൾ കേക്കിന് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ ഡമ്മിയിൽ ക്രീം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് കേക്കിൻ്റെ ഒരു കളർ തീം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് വൈറ്റും പിങ്കും ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഫുള്ള് വൈറ്റ് കൊടുത്തിട്ട് കുറച്ച് പിങ്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ഡമ്മിയും തലേ ദിവസം രാത്രി തന്നെ ഇതേപോലെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ നന്നായിട്ട് ഡമ്മി സെറ്റായി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ ഡെലിവറി ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇതേപോലെ ബേസിൽ ഡമ്മി ഒട്ടിച്ച് വെക്കുമ്പോഴും നന്നായിട്ട് ഒട്ടിച്ച് വെക്കുക. അധികം ഇളകിയൊന്നും പോരാത്ത രീതിയിൽ ഒരു 5-6 2 സൈഡ് ടേപ്പൊക്കെ വെച്ചിട്ട് വേണം ഒട്ടിച്ച് വെക്കാനായിട്ട്. കാരണം നമുക്ക് ഒത്തിരി ദൂരം ഡെലിവറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തത് നമ്മളുടെ ഡമ്മി കേക്കിൻ്റെ മേളിൽ വെക്കാനുള്ള ഒറിജിനൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നമ്മൾ അതേ സെയിം കളർ മെത്തേഡ് തന്നെയാണ്. ആദ്യം വൈറ്റ് വെച്ചിട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പിങ്ക് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളുടെ സ്പേസറിലും കസ്റ്റമർ കൊടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നത് പിങ്ക് കളറാണ്. ഈ ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 1/2 kg ആണ് കേട്ടോ. അതായത് ഡെമ്മിയും സ്പേസറും കൂട്ടാതെ നമ്മളുടെ കേക്കിൻ്റെ മാത്രം വെയിറ്റ് വരുന്നത് 1/2 kg ആണ്. ഈ ഒരു വാഞ്ചോ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 1.5 kg ആണ് കേട്ടോ. അപ്പോൾ വാഞ്ചോ കേക്ക് നമ്മൾ കേക്ക് മേളിലും താഴെ ഡെമ്മിയാണ്. അപ്പോൾ ഡെമ്മി 7 ഇഞ്ചിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്നിങ്ങനെ അനക്കം കൂടിയത് കാരണം വെയിറ്റുള്ള ഒരു ഐറ്റം ഇതേപോലെ മുകളിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡമ്മി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് അനക്കമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കട്ടിയുള്ള സാധനം മേലിലെടുത്ത് വെക്കുക. എന്നിട്ട് സൈഡൊക്കെ ഷേപ്പ് ചെയ്ത് ഓക്കെ ആക്കിയതിന് ശേഷം മാത്രം മേളിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് മേലിലും ക്ലിയർ ആയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ടോൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്രാപ്പർ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അതിപ്പോൾ ഞാനത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ബേക്കേഴ്സിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മളുടെ കേക്കൊക്കെ ക്രം കോട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് ഈ ഒരു നമ്മുടെ പ്രിൻ്റ് ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറയുമെന്ന് ചോദിച്ചായിരുന്നു. നമുക്ക് ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ ഇല്ല. ശരിക്കും ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിത് പിൻട്രസ്റ്റിൽ നിന്ന് നമ്മൾക്ക് ഏത് കോപ്പിയാണ് അല്ലെങ്കിൽ ഏത് കാർട്ടൂൺ മോഡലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ നിന്ന് അതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കും. പിന്നെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കുക, പ്രിൻ്റബിൾ ടോപ്പർ എന്നും കൂടി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന തീമിൻ്റെ കൂടെ അടിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു സ്റ്റിക്കർ മോഡൽ തന്നെ കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ പ്രിൻ്റൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഒരു ആനിമൽ തീമിലുള്ള കേക്കിൻ്റെ മേളിൽ സെറ്റ് ചെയ്യാനുള്ള കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിനും ഗ്രീൻ കളർ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ടോൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള വലിയ സ്ക്രാപ്പറാണ് എപ്പോഴും നല്ലത് കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെറിയ സ്ക്രാപ്പർ വെച്ച് ചെയ്യുന്നത്. അതെനിക്ക് അത്ര ഓക്കെ അല്ലാത്തതാണ് പെട്ടെന്ന് ഞാൻ പോയി ഇത് വാങ്ങിച്ചത്. കാരണം ഇപ്പോൾ വരുന്ന ഒത്തിരി ഓർഡേഴ്സും നമുക്ക് ഇതേപോലെ ടോൾ കേക്ക് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ
നമ്മളുടെ 7 ഇഞ്ചിൻ്റെ ഡമ്മി കേക്കിനകത്തേക്ക് 5 ഇഞ്ചിൽ ബേക്ക് ചെയ്ത് നമ്മുടെ കേക്കും കൂടി ഒന്ന് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് മേലെ വെക്കാനുള്ള സ്റ്റിക്കറൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിക്കർ എല്ലാം പ്രിൻ്റബിൾ ആണ്. പിന്നെ നമ്മൾക്ക് ഇതിൽ കൊടുക്കാവുന്ന ലീഫ് എല്ലാം ഫോണ്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവർക്കെല്ലാം കൂടി ഫോണ്ടൻ്റ് വർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ലീഫ് എല്ലാം നമ്മൾ ഫോണ്ടൻ്റ് സെറ്റ് ചെയ്തിട്ട് ആനിമൽസ് എല്ലാം നമ്മൾ ഇതുപോലെ സ്റ്റിക്കറാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോണ്ടൻ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ കേക്കിനകത്തേക്ക് വെക്കാനായിട്ട്. അതുപോലെ തന്നെ ചില ബേക്കിംഗ് ഷോപ്പുകളിലൊന്നും ഇതേപോലെയുള്ള പ്രിൻ്റ് അങ്ങനെ എടുത്തു കൊടുക്കാറില്ല എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്നുമില്ലെങ്കിൽ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ പ്രിൻറ്റും ഫ്ലെക്സൊക്കെ അടിക്കുന്ന ഷോപ്പുകളുണ്ടാവും, അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കടകളിലും ഇതേപോലെയുള്ള പ്രിൻ്റൊക്കെ നമുക്ക് എടുത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കേക്ക് നമ്മളുടെ വെഡ്ഡിങ് കേക്കാണ്. പിന്നെ നമ്മൾ നേരത്തെ വെഡ്ഡിങ് കേക്കിൽ സ്പേസർ വെക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പേസർ ഞാനിവിടെ റെൻറ്റിനാണ് എടുത്തത്. നമുക്ക് റെൻറ്റിന് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഓരോ കേക്കിനും പല ഷേപ്പിലുള്ള സ്പേസറായിരിക്കും നമുക്ക് കസ്റ്റമർ അയച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും സുഖം നമുക്ക് റെൻറ്റിന് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ബേക്കിംഗ് ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിച്ച സ്പേസർ. ഈ സ്പേസർ കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 8 ഇഞ്ച് വലിപ്പം വരുന്ന സ്പേസറാണ്. ഇതുപോലെ 6 ഇഞ്ചും 5 ഇഞ്ചും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പും അതേപോലെ തന്നെ ഹെക്സഗൺ ഷേപ്പ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കസ്റ്റമർ അയച്ചു തന്ന മോഡൽ റൗണ്ട് ആയത് കാരണം 8 ഇഞ്ചിൻ്റെ റൗണ്ട് സ്പേസറാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് താഴെ 9 ഇഞ്ചിൻ്റെ ഡമ്മി, പിന്നെ സെൻറ്ററിൽ നമ്മുടെ ഈ ഒരു 8 ഇഞ്ചിൻ്റെ സ്പേസറും മേളിലത്തേത് 6 ഇഞ്ചിൻ്റെ കേക്കുമാണ്. അപ്പോൾ ഇതേ നമ്മുടെ വാം ലൈറ്റൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകാൻ പോണത്. അപ്പോൾ ഇനി നമ്മളുടെ ഡമ്മിനകത്തേക്ക് നമുക്കൊരു 2 ഫ്ലവറൊക്കെ ഒന്ന് കുത്തി കൊടുക്കാനുണ്ട്. ഡമ്മിയിൽ ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ കുത്തുമ്പോൾ നമ്മുടെ ആ ഒരു ടൂത്ത് പിക്കിൻ്റെ ആ ഒരു കൂർത്ത് നിൽക്കുന്ന ഭാഗം ഡമ്മിയിൽ കുത്തി കയറ്റാൻ പറ്റുന്ന രീതിയിൽ വെക്കണം. എന്നാലാണ് നമുക്ക് ഡമ്മിയിലേക്ക് ഈ ഒരു ഫ്ലവർ വെക്കാനായിട്ട് പറ്റുള്ളൂ. കേക്കിലെ പോലെ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറ്റി വെക്കാനായിട്ട് നമുക്ക് പറ്റില്ല. പിന്നെ ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ കുത്തി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബേസിൽ നിന്ന് ഡമ്മി വിട്ടു പോകാതെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ക്രീം വെച്ച് കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് റെഡിയാക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ടുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ ഇതേ അതിനകത്തേക്ക് ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു ടോപ്പറും കൂടി ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മളുടെ മെയിൻ കേക്കിലും നമുക്ക് ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം റെഡിയായി സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളും ബാക്കി ഡെക്കറേഷനൊക്കെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ ചെന്നതിന് ശേഷമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ സെറ്റാക്കി കാറിനകത്തേക്ക് എടുത്തു വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ബാക്കി സ്പേസറൊക്കെ വെക്കുന്നതും അതേപോലെ കേക്കിൻ്റെ ബാക്കി ഡെക്കറേഷനൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ടാണ് കേട്ടോ. ഇതിനു മുമ്പും ഒത്തിരി വെഡ്ഡിങ് കേക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ ചെന്ന് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അത് കാരണം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മളുടെ വീട്ടിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും, പിന്നെ അതേപോലെ ക്രീമിലൊക്കെ വല്ല കൈയൊക്കെ അറിയാതെ കൊണ്ടിട്ടുണ്ടെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയായിരുന്നു. പിന്നെ കുറച്ച് സമയം അധികം ഉണ്ടായിരുന്നു. കാരണം പള്ളിയിലത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെന്ന സമയത്ത്. അത് കാരണം ടെൻഷനൊന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് തന്നെ നിന്നിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ 1-2 ഫ്ലവേഴ്സും പിന്നെ അതേപോലെ ലീവ്സും കൂടിയൊക്കെ വെക്കാനുണ്ടായി. പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സ്, അതേപോലെ നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സിസിൻ്റെ ടോപ്പർ. അപ്പോൾ അത്രയൊക്കെ നമുക്ക് പിന്നെ അവിടെ ചെന്നിട്ട് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാക്രോൺ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ളൂ. ടാറ്റാ.